forgiveness. Get it, that's your why my baby been about. Say what your margin gave you, girl, go and bust it out. Make a sip, pay bit, then we can work it out. But I'm no Adam 22. നമുക്കിന്ന് നത്തിങ് ഫോൺ 3 ചെക്ക് ചെയ്ത് നോക്കിയാലോ. വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. നത്തിങ് ഈ വർഷം മാർച്ചിൽ പുറത്തിറക്കിയ പ്രീമിയം സെഗ്മെൻറ്റ് ഫോൺസ് ആണ് നത്തിങ് ഫോൺ 3എയും 3എ പ്രോയും. 3എ പ്രോയുടെ ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് നത്തിങ് ഫോൺ 3എ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് എന്തൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കാം. ബോക്സിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക് കളർ ഓപ്ഷനിലുള്ള 8GB റാമും 128GB മെമ്മറിയുമുള്ള മോഡലാണെന്ന് കാണാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് ടെക്സ്റ്റേർഡ് കൂടിയ വേറൊരു ബോക്സാണ് നമുക്ക് കാണുന്നത്. ഇതിനുള്ളിലാണ് ഫോൺ ഉള്ളത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ സ്മാർട്ട് ഫോൺ നത്തിങ് ഫോൺ 3എ കാണാം. ഇത് മാറ്റി കഴിഞ്ഞ് ഇതിന് താഴെ ചാർജർ അവൈലബിൾ അല്ല, ഓൺലി ചാർജിങ് കേബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫോൺ എങ്ങനെയുണ്ടെന്ന് ഇനി നോക്കാം. ആദ്യമായി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. 120 Hz റിഫ്രഷ് റേറ്റുള്ള 3000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഇതിന് പാണ്ട ഗ്ലാസ് എന്ന പ്രൊട്ടക്ഷനും നത്തിങ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ് വന്നിരിക്കുന്ന ഈ ഫോണിന് 3 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് വരെ നത്തിങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നത്തിങ് OS 3.1 ഇത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 4 നാനോമീറ്റർ 7S Gen 3 ചിപ്സെറ്റാണ് ഇതിന് നത്തിങ് നൽകിയിരിക്കുന്നത്. അതിന് അഡ്രീനോയുടെ 810 GPUയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8GB റാം 12GB റാം എന്നിങ്ങനെ റാം ഓപ്ഷനിൽ വരുന്ന ഇതിൻ്റെ മെമ്മറി വരുന്നത് 120GBയും 256GBയുമാണ്. 5000 mAh ബാറ്ററിക്ക് 50 വാട്ട്സിൻ്റെ വയർഡ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് പ്രീമിയം ഫീച്ചേഴ്സായ IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്, ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക് ഗ്ലാസ്, NFC, ബ്ലൂടൂത്ത് 5.4, പിന്നെ നത്തിങ്ങിൻ്റേതായിട്ടുള്ള ഗ്ലിഫ് ഇൻ്റർഫേസും എസെൻഷ്യൽ ബട്ടണും ഇതിനകത്ത് അവൈലബിൾ ആണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ 50 മെഗാപിക്സലിൻ്റെ മെയിൻ വൈഡ് ആംഗിൾ ലെൻസും 50 മെഗാപിക്സലിൻ്റെ 2x ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസുമാണ് ഇതിലുള്ളത്. മെയിൻ ലെൻസിന് ഡ്യുവൽ പിക്സൽ PDIFും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ 30 FPS വരെയുള്ള 4K വീഡിയോ റെക്കോർഡിങ്ങും 120 FPS വരെയുള്ള ഫുൾ HD വീഡിയോ റെക്കോർഡിങ്ങും ഇതിലൂടെ എടുക്കാവുന്നതാണ്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിന് നത്തിങ് നൽകിയിരിക്കുന്നത്. ഇതുപയോഗിച്ച് 30 FPS വരെയുള്ള ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് എടുക്കാവുന്നതാണ്. ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ എന്നിങ്ങനെയുള്ള 3 കളർ ഓപ്ഷനിലാണ് നത്തിങ് ഫോൺ 3എ വരുന്നത്. അപ്പോൾ നമുക്കിനി ഫോണിൻ്റെ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെയാണ് നത്തിങ് OS തരുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ബ്ലോട്ട്വെയർസോ മാൽവെയർസോ ഒന്നുമില്ലാത്ത നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള UI ആണ് ഇതിനുള്ളത്. ഫിംഗർ പ്രിൻറ്റ് സെൻസറും നല്ല ഫാസ്റ്റ് ആൻഡ് സ്മൂത്താണ്. നത്തിങ് 3എയിലെ എസെൻഷ്യൽ ബട്ടൺ ഉപയോഗിച്ച് സിംഗിൾ ടാപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കാനും, ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് മെമ്മോ റെക്കോർഡ് ചെയ്യാനും, ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സേവ് ചെയ്തിട്ടുള്ള എസെൻഷ്യൽ സ്പേസ് എന്ന ആപ്പിലേക്ക് ഓപ്പണായി പോകാനും സാധിക്കുന്നതാണ്. നത്തിങ് ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഗ്ലിഫ് ഇൻ്റർഫേസ്. നമ്മൾ റിംഗ് ടോൺ അടിക്കുമ്പോഴൊക്കെ ഇതുപോലെ മിന്നുന്ന എഫക്റ്റ് തരുന്ന ഗ്ലിഫ് ഇൻ്റർഫേസാണ് നത്തിങ് ഫോണിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ സെറ്റിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നത്തിങ് ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നിട്ടുണ്ട്. 2 ഫിസിക്കൽ സിം ഇടാനുള്ള ഓപ്ഷൻസാണ് ഇതിൻ്റെ സിം ട്രേയിൽ കൊടുത്തിരിക്കുന്നത്. ഈ സിം ഇടാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. ഇനി നമുക്ക് ക്യാമറ ആപ്പ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 0.6 സൂമുള്ള അൾട്രാ വൈഡ് ലെൻസും 2x വരെ ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസുമാണ് മെയിൻ ക്യാമറയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് 30x വരെയുള്ള ഡിജിറ്റൽ സൂം ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ മറ്റ് മോഡ്സും ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ ഫോണിലെടുത്ത ചില ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് കണ്ടു നോക്കാം. .4x സൂമിലുള്ള നല്ല കിടിലൻ പോർട്രേറ്റ് ഫോട്ടോസും നമുക്ക് ഈ നത്തിങ് ഫോൺ 3എയിലൂടെ എടുക്കാൻ പറ്റുന്നതാണ്.
4K റെസൊല്യൂഷനുള്ള 30 FPS വീഡിയോ സാമ്പിളാണിത്. 60 FPSലുള്ള ഫുൾ HD വീഡിയോ സാമ്പിളാണിത്. സെൽഫി ക്യാമറയിലെ 30 FPS ഫുൾ HD വീഡിയോ ആണിത്. ഇന്ന് അത്യാവശ്യം നല്ല മഴ ആയതുകൊണ്ട് വീഡിയോ സാമ്പിളിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് കറക്റ്റ് പറയാൻ പറ്റണില്ല. വീഡിയോ ആൻഡ് ഓഡിയോ പ്ലേബാക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് തരുന്നത്. ഇതിന് 4K വീഡിയോ പ്ലേബാക്കും നല്ല ലൗഡായിട്ടുള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും നല്ല എക്സ്പീരിയൻസ് തരുന്നുണ്ട്. ഓഡിയോൻ്റെ ലൗഡ്നെസ്സും ക്ലാരിറ്റിയും എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് അറിയില്ല. എന്നാലും നല്ല ക്ലിയർ ആയിട്ടുള്ള ഔട്ട് തന്നെയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 7 സീരീസ് ചിപ്സെറ്റ് ഉപയോഗിച്ച് നല്ല ഹൈ ഗ്രാഫിക്സ് ഗെയിമൊക്കെ നല്ല ഈസി ആയിട്ട് കളിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാതൊരുവിധ ഹീറ്റിംഗ് ഇഷ്യൂസും ഇതിനകത്ത് അനുഭവപ്പെട്ടില്ല. അത്യാവശ്യം ലോങ് ഗെയിം പ്ലേക്കൊക്കെ ഇത് യാതൊരുവിധ ഇഷ്യൂസൊന്നും ഉണ്ടാക്കുന്നില്ല. സോ നല്ലൊരു പ്രീമിയം ലുക്കും നല്ല ക്യാമറ പെർഫോമൻസും അത്യാവശ്യം നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസും ലഭിക്കുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ് നത്തിങ് ഫോൺ 3A. ഈ ഫോൺ റിവ്യൂ ചെയ്യാനായി തന്നത് സെല്ലൻട്രിക് മൊബൈൽസ് എന്ന ഷോപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി അമർത്തുക. താങ്ക്